ഹലോ ഗയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ, നോമ്പ് ഇന്ന് എത്രയായി? 3 ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അന്ന് കണ്ണും ബീച്ച് ഇന്ന് അങ്ങനെ ഉറക്കം തോന്നുന്നു. അപ്പൊ അവിടെ കിടന്ന് നീച്ച്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിക്കണേ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കാൻ പോണില്ലേ? സ്പെഷ്യൽ ജ്യൂസ് അനാറല്ല, എന്തോ വിമിട്ട പേരാണ്. അപ്പൊ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചാണ്. അപ്പൊ എന്തായാലും ആ ജ്യൂസ് എന്തൊക്കെയാണെന്നൊക്കെ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ നോമ്പുകാരന്റെ വിഭവങ്ങളും കാര്യങ്ങളും നമ്മള് കൊച്ചു സന്തോഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ വീഡിയോ ആരും ചാനൽ സ്കിപ്പ് ചെയ്യാൻ വീഡിയോ എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിനുള്ളിലുണ്ട്. എന്തായാലും കാണാൻ പറഞ്ഞാണ്ട് ചെലാക്കണ്ട. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്നാണ് ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അമർത്തി പൊട്ടിക്കുക. അഭിപ്രായങ്ങൾ ഓക്കെ. ഇന്നത്തെ ഐറ്റംസ് എന്തൊക്കെയാണോ? ബീഫ് കറി, ഇതെന്താ ചെയ്യണ്ട? വരട്ടി അങ്ങനെ ചെയ്യാം. പിന്നെ പൊറാട്ടയും ബീഫുമാണ്. അപ്പൊ ബീഫ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പൊറാട്ട ഓർഡർ കൊടുത്തിക്കണേ. അപ്പൊ ഈ സാധനമാണല്ലേ, ഇത് ചിലപ്പം ചില ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഒരു സംഭവം ഒന്നാവില്ല, എല്ലാവരും ഉപയോഗിക്കണാവും. പക്ഷെ ഞങ്ങളിത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇതിന്റെ പകുതി എടുത്താണ്. വേറൊരു സുഹൃത്ത് അവിടെ പകുതി എടുത്തിട്ട് ബാക്കി നമുക്ക് കൊണ്ടുവന്ന് തന്നാണ്. അവരെടുത്തിട്ട് ടേസ്റ്റ് നോക്ക്, എങ്ങനെയുണ്ട് നോക്ക്. നമ്മളിതൊന്നും തന്നിട്ടില്ലല്ലോ. അതെ, ഒന്നുണ്ടാക്കി നോക്കി തന്നിട്ട് തന്നതാ. അപ്പൊ ഏതായാലും അവര് തന്നാലും ഉണ്ടാക്കി വെക്കുക. അത് യൂസ് ചെയ്യാൻ 2 പാലിന്റെ പാക്കറ്റ് ഉണ്ട് അല്ലേ? 2 പാല് വേണം അങ്ങനെയൊക്കെ അവര് പറഞ്ഞേട്ടാ. അതാ 2 പാലിന്റെ പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ അനുസരിച്ച് 2 പാക്കറ്റ് പാല്, അതുപോലെ തന്നെ 6 പേർക്കാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? ഏകദേശം 6 പേർക്ക് ഉണ്ടാക്കുമ്പോൾ 3/4 ഗ്ലാസ് ബിംട്ടോ, ഈ 2 പാക്കറ്റ് പാല്, പഞ്ചസാര, ഏലക്കായ്, പിന്നെ എന്തോ ഒരു കടല അല്ലേ, അതും ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമ്മൾ നോക്കാം. അപ്പൊ പാലൊക്കെ ഇത് ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. അതായത് 3/4 ഗ്ലാസ് ആണല്ലേ ബിംട്ടോ ഒഴിക്കേണ്ടത്. ലേശം കൂടിയിട്ട് കുഴപ്പമൊന്നുമില്ല, നന്നാവും ഒന്നും കൂടി. 3/4 ഗ്ലാസ് തന്നെ, അത് ചെറിയ ഗ്ലാസ് അല്ലേ? അയ്യോ, നേരെ ഒഴിക്കണേ. ഇഞ്ഞ് അത് മതിയല്ലല്ലോ, ഇഞ്ഞ് ഒഴിക്കണ്ടല്ലോ. അല്ലല്ല, നല്ല ടേസ്റ്റ് ഫുഡ് എത്താൻ പറ്റും. പഴയ ആൾക്കാരൊക്കെ കുറച്ച് പോയി കിടക്കൂല എന്നാണ്. ഓക്കെ, നീ ഇളക്കണം. കമന്റ് ചെയ്യോണ്ടിട്ടാ, ഗൾഫ് പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ തോടാ പഞ്ചസാര, അത് നമുക്ക് പൊന്നിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. മധുരം പാകണ്ടാന്ന്. അപ്പൊ ഇനി ഇതിലിടേണ്ടത് 2 ഏലക്കായ് ആണ് അല്ലേ? ഹലോ, അപ്പൊ ഏലക്കായ് ഇട്ടിട്ടുണ്ട്. ആ കടല എങ്ങനെ പൊന്നൂര് സാമ്പിൾ കൊടുത്ത് നോക്കാം. എങ്ങനെ കടല പൊന്നു? അത് നുറുക്കൊന്നും വേണ്ട, അങ്ങനെ ഇട്ടാ മതില്ലേ? ശരിക്കും കടലിന്റെ പേരെന്താണ്? അവിടെ 2 പാക്കറ്റ് കടലയും കിട്ടുന്നുണ്ട്. അതൊന്ന് ഇളക്കിയിട്ട് ഇനി നന്നായിട്ട് തണക്കണം അല്ലേ? അപ്പൊ ബിംട്ടോ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. പൊന്നു സൂപ്പ് മധുരം കുറവാ കൂടുതലാ? എങ്ങനെയുണ്ട് അഭിപ്രായം? എങ്ങനെയുണ്ട് അഭിപ്രായം? സൂപ്പർ. അപ്പൊ ഇത് നമുക്ക് ഫ്രിഡ്ജിക്ക് വെക്കാൻ പോട്ടാ. അപ്പൊ പൊന്നിപ്പം തന്നെ നോമ്പ് ഇറന്നിക്കണേ. വിംട്ടോ ജ്യൂസ് ഓർക്ക് ചെക്ക് ചെയ്താൽ ഭയങ്കര ഇഷ്ടമായിന്ന് തോന്നുന്നത്. എങ്ങനെ തരാട്ടെ, വെള്ളം പറയും. അപ്പൊ മാള് രാവിലെ തന്നെ അല്ല വെള്ളോ
ബീഫൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ബീഫ് വേവിച്ച് കഴിഞ്ഞപ്പോൾ ഇത് 1 കിലോ കറിയാക്കണം അല്ലെങ്കിൽ പൊരിക്കണം. അപ്പം എന്ത് ചെയ്ത് കുറച്ച് ഇതിൽ കോരി മാറ്റി ഫ്രൈ ചെയ്യാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് ജസ്റ്റ് ഒരു നേരം കഴിക്കാനുള്ള കറിയാക്കും. നമ്മുടെ ഹോട്ടലിൽ കിട്ടില്ല സാലിന അതേമാതിരി സാലിനാക്കാം. അതെ അതെ. പിന്നെ പൊറാട്ടയ്ക്ക് കറിയായി. കറി ഇല്ലാണ്ട് നമ്മളതില്ല രണ്ടും കൂടി ആകുമ്പോൾ മറ്റേ ബീഫ് തേച്ചാ തൈല. അതെ. പിന്നെ അടിപൊളി പാൽച്ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ബീഫ് ഫ്രൈ ഇവിടെ ഇപ്പോൾ റെഡിയാവും. അതിക്കുള്ള സാലിന് ഇവിടെ സെപ്പറേറ്റ് വേറെ റെഡിയാവും. ഒരു 3-4 ദിവസത്തേക്ക് കിട്ടുന്ന കുഴപ്പമില്ല. വേണം വേണ്ടല്ലേ? വേണം. പിന്നെ പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ വയസ്സുംപടി അല്ലേ? എന്താ സീതരവിൽ ഇരുന്ന് പോയി പൊറാട്ട ഹോട്ടലിൽ പേരൊക്കെ മറന്നു. ഇല്ല, യക്കൂബിൻ്റെ അവിടെ നിന്നല്ല. അപ്പോൾ സീതരവിൽ ഇരുന്ന് പൊറാട്ട കൊണ്ടുവന്നിട്ട് ഇത് അവിടെ പൊരിഞ്ഞ് വെച്ചിട്ടുണ്ട് മക്കളെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇത് റെഡി ആകട്ടെ. വേറെന്താ? ബത്തക്ക രണ്ടെണ്ണത്തിലുണ്ട്. ഏയ് ഇന്നും കൊണ്ട് ഡ്രൈ ആവണ്ടല്ലേ? കറി ഇവിടെ ഇതൊന്നും റെഡി ആവണ്ട കേട്ടോ. സ്പെഷ്യൽ ജ്യൂസ് എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയാ? സൂപ്പറാ പറഞ്ഞ. ഞാൻ നോക്കട്ടെ. ഇല്ലായിരുന്നു നോക്കല്ലോ. പിന്നെ ഈത്തപ്പഴം എടുത്താലും ഇവരൊന്നും തിന്നൂല. അവിടെ പിന്നെ എടുത്തിട്ട് ഞങ്ങൾ രണ്ടാളും മാത്രമേ തിന്നുള്ളൂ. എങ്ങനെയുണ്ട്? ജ്യൂസ് കുടിച്ചോക്കാം. പിന്നെ പൊറോട്ട, ജ്യൂസ്, ബീഫ് ഫ്രൈ, ബീഫ് കറി. പൊന്നാ അപ്പോൾ അൽഹംദുലില്ലാ ഏതായാലും 3ാമത്തെ നോമ്പ് നമ്മളെല്ലാം തുറന്ന് ഇനി ഇവിടുന്ന് കണ്ട് 30 നോമ്പും പൂർത്തിയാക്കാൻ നമുക്ക് ആവതാക്കട്ടെ. അമ്മീൻ നാളെ ഇപ്പം ജ്യൂസ് കുടിക്കണുള്ളൂ. എങ്ങനെ സൂപ്പറല്ലേ? അപ്പം ഇന്ന് ഇപ്രാവശ്യം ഇമ്മ പെങ്ങളെ വീട്ടിലാണ്. അവിടെ ഒരു കുടിരിക്കലുണ്ടായിരുന്നു. അല്ലാണ്ട് പോയതെന്ന് മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെയാണ് ആ പൊന്ന് ബീഫ് ഫ്രൈൻ്റെ കട്ട വെച്ചിങ്ങനെ ഇന്ന് തരുന്നത്. ബീഫ് ഫ്രൈയും പൊറാട്ടയും കൂടി തട്ടിക്കൊടുക്കുകയാണ്. അതെ. ഇനിയിപ്പോൾ മോനോന് 2 ദിവസം കൂടി കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ അങ്ങോട്ട് പോകാനാണ് പള്ളിക്ക്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പൊന്നോ. ബീഫ് ഫ്രൈ എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയാ? രസമുണ്ടാ? ചൂടാ? ബീഫ് ഫ്രൈ രസം കുട്ടിമാനെ. അപ്പോൾ ഏതായാലും നമ്മൾ കഴിക്കാൻ പോവണേ. ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ അല്ലേ? വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതിന് അള്ളാഹു നിങ്ങൾക്കും ഞങ്ങൾക്കും ആയുസ്സും ആരോഗ്യം നൽകട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.